സന്നിധാനത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് ഇപ്പോൾ ദർശനം നടത്തി മടങ്ങുന്നത്. അല്പനേരം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും അവിടെ നിന്ന് മടങ്ങുക എന്നതാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം. 2 മണിക്കൂർ നേരം സന്നിധാനത്ത് ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. നേരത്തെ ശബരിമല ദർശനത്തിനായി എത്തിയ രാഷ്ട്രപതിയുടെ യാത്രയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നിലയ്ക്കലിന് പകരം പത്തനംതിട്ട പ്രമാടത്ത് രാഷ്ട്രപതി ഇറങ്ങിയ ഹെലികോപ്റ്ററിന്റെ ചക്രങ്ങൾ ഹെലിപ്പാഡിൽ താഴ്ന്നുപോയ സംഭവമുണ്ടായി. PWD ആണ് ഹെലിപ്പാഡ് രാത്രി വൈകി കോൺക്രീറ്റ് ചെയ്ത് ഹെലിപ്പാഡിൽ താഴ്ന്ന ഹെലികോപ്റ്റർ സുരക്ഷാ ജീവനക്കാർ തള്ളി നീക്കുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കൂടി. അതേസമയം എയർഫോഴ്സ് ജീവനക്കാർ പറഞ്ഞ സ്ഥലത്താണ് ഹെലിപ്പാഡ് തയ്യാറാക്കിയതെന്ന് എന്നത് ഉൾപ്പെടെയുള്ള വിശദീകരണങ്ങളാണ് PWDയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയും സന്ദർശനവുമായി ബന്ധപ്പെട്ടും ഹെലികോപ്റ്റർ തള്ളി നീക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചും മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഗൗരവതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്താണ് സംസ്ഥാന പോലീസ് മേധാവി വിശദീകരിക്കുന്നത്. അതേസമയം ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് ഗൗരവമുള്ള ഒന്നായി തോന്നുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയ വിശദീകരണങ്ങൾ വരുന്നുണ്ടോ? എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ കൂടുതലായി? രതീഷ്, കൗതുകം നിറഞ്ഞ ദൃശ്യങ്ങളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രപതിയുമായി വന്ന ഹെലികോപ്റ്റർ അത് സംസ്ഥാന പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് സേനാംഗങ്ങൾ ചേർന്ന് തള്ളി നീക്കുന്ന ഒരു കാഴ്ച വളരെ കൗതുകം നിറഞ്ഞതാണ്. പക്ഷേ അത് പെട്ടെന്ന് തന്നെ കൗതുകം മാറി ഒരു വലിയ ആശങ്കയാവുകയും ചെയ്തു. കാരണം രാഷ്ട്രപതി സഞ്ചരിച്ച് ഒരു ഹെലികോപ്റ്റർ ഈ രീതിയിൽ തള്ളി മാറ്റേണ്ടി വന്നത് അതിൻ്റെ ലാൻഡിങ്ങിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടോ, അതല്ല ഇനി ടേക്ക് ഓഫിന് അത് പ്രശ്നമുണ്ടോ എന്നൊക്കെയുള്ള വലിയ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ അങ്ങനെയാണ് വന്നത്. പക്ഷേ ഇപ്പോൾ ഔദ്യോഗികമായ വിശദീകരണങ്ങൾ വരുന്നത് സുരക്ഷാ പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ രാഷ്ട്രപതി പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് ഇതുവരെ വിശദീകരണമൊന്നും ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും രാഷ്ട്രപതിയുടെ ശബരിമല യാത്രയുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഴുവൻ ആശയക്കുഴപ്പങ്ങളായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നേരത്തെ നിശ്ചയിച്ചിരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ നിലയ്ക്കൽ ഇറങ്ങാനായിരുന്നു. പക്ഷേ കാലാവസ്ഥ ഇന്നലെ ഉച്ചയായപ്പോഴും അത് മോശം കാലാവസ്ഥയെ തുടർന്നു. കനത്ത മഴയുണ്ടായിരുന്നു. നിലയ്ക്കലിൽ മൂടൽമഞ്ഞുണ്ട് എന്നുള്ള വെതർ റിപ്പോർട്ട് വന്നു. അത് രാവിലെ ആയാലും തുടരും എന്നുള്ള റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം ആ മൂടൽമഞ്ഞിൽ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കുക എന്നുള്ളത് ഒട്ടും സുരക്ഷിതത്വമല്ല എന്ന് വിലയിരുത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് തന്നെ വൈകുന്നേരത്തോടെയാണ് പകരം ഒരു ഹെലിപ്പാഡ് കണ്ടെത്താൻ പത്തനംതിട്ട ജില്ലയിൽ കണ്ടെത്താനുള്ള ഒരു നിർദ്ദേശം വന്നത്. അങ്ങനെ ഏറ്റവും സുരക്ഷിതം, കാരണം പത്തനംതിട്ട മലയോര മേഖലയാണ്. അപ്പോൾ കനത്ത മഴ പെയ്യുകയാണ് ഇന്നലെയുമൊക്കെ. അപ്പോൾ ആ പ്രതികൂല കാലാവസ്ഥയിലും ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റുന്നൊരു സ്ഥലം എന്ന രീതിയിലാണ് പ്രമാടത്തെ ഈ ഹെലിപ്പാഡ് കണ്ടെത്തിയത്. അതിനുശേഷം അവിടെ സോളിഡായിട്ടൊരു സ്ഥലം വേണമെന്നാണ് ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു സ്ഥലം ക്രമീകരിച്ചു. പക്ഷേ വൈകുന്നേരത്തെ രാത്രിയോടെ അവിടെ ഹെലിപ്പാഡിൽ കോൺക്രീറ്റ് ഇടണമെന്നുള്ളൊരു നിർദ്ദേശം പൈലറ്റുമാരുടെ ഭാഗത്തു നിന്ന് വന്നതാണെന്നാണ് പോലീസ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. അങ്ങനെയാണ് രാത്രി വൈകി PWD വിഭാഗം അവിടെ കോൺക്രീറ്റ് ഇട്ടത്. പക്ഷേ രാവിലെ അവിടെ കോൺക്രീറ്റ് സെറ്റായില്ല. അത് ഇൻ്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അത് ആ കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയാൽ ടയറുകൾ താഴാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ആ കോൺക്രീറ്റ് ഇട്ട ഭാഗത്തിന് മാറി ലാൻഡ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് വന്നത്. പക്ഷേ ഈ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തപ്പോൾ അത് ആ കൃത്യം കോൺക്രീറ്റിലായിപ്പോയി. അത് രാഷ്ട്രപതിയുടെ സുരക്ഷയൊന്നും ബാധിച്ചിട്ടില്ല. രാഷ്ട്രപതി ഇറങ്ങിയ ശേഷം ടേക്ക് ഓഫ് പൊസിഷനിലേക്ക് ഹെലികോപ്റ്റർ മാറാൻ നേരമാണ് ടയറുകൾ അവിടെ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീടാണ് നമ്മൾ ഈ കാണുന്ന കാഴ്ച കണ്ടത്. ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവിയുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സുരക്ഷാ വീഴ്ചയൊന്നുമില്ല. ഇറങ്ങാൻ നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് 5 അടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത്. ആ ഇറങ്ങാൻ നിശ്ചയിച്ച സ്ഥലത്ത് നിന്നാണ് ടേക്ക് ഓഫും വേണ്ടത്. അപ്പോൾ അവിടേക്ക് നീക്കിയിട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അവിടെ നിന്ന് തന്നെ രാഷ്ട്രപതിയുമായി അതേ ഹെലികോപ്റ്റർ മടങ്ങുകയും ചെയ്യും തിരുവനന്തപുരത്തേക്ക്. അത് മറ്റ് വിശദീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. നേരത്തെ നമുക്കറിയാം, രാംനാഥ് കോവിന്ദ് പ്രസിഡന്റായിരുന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വിസിറ്റ് നടത്തിയപ്പോൾ അണ്ടർപാസിലേക്കൊക്കെ ഓടിച്ചു വരുന്ന സംഭവം ഉണ്ടായി. അതിൽ നടപടിയൊക്കെ ഉണ്ടായതാണ്. അപ്പോൾ ആ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച അല്ലെങ്കിൽ വലിയ പിഴവായിട്ട് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് സംസ്ഥാന പോലീസ് പറയുന്നത്. പക്ഷേ അതിനപ്പുറം മറ്റേതെങ്കിലും വിശദീകരണങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി തീരുമാനിക്കേണ്ടത് പ്രസിഡന്റ് സെക്രട്ടേറിയറ്റ് ആണ്. അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അനന്തൻ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ കൂടി നൽകുന്നുണ്ടല്ലോ. ഇപ്പോൾ ശബരിമല യാത്രയിൽ അവസാന നിമിഷം ഉണ്ടായത് നിറയെ ആശയക്കുഴപ്പമാണ്. മാത്രമല്ല, ഈ കോൺക്രീറ്റിൽ ഹെലികോപ്റ്റർ ഇറക്കരുത് എന്ന് സംസ്ഥാന ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി എന്നൊരു വിവരം കൂടിയുണ്ടല്ലോ. അതേത് സാഹചര്യത്തിലായിരുന്നു? അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ?
ഇല്ല, 4 മണിക്ക് പ്രസിഡന്റ് സെക്രട്ടറി അറിയിച്ചത് ഈ ഹെലികോപ്റ്റർ പൂർണ്ണമായും ക്യാൻസൽ ചെയ്തുകൊണ്ട് റോഡ് മാർഗം രാഷ്ട്രപതി തിരുവനന്തപുരത്ത് നിന്ന് പമ്പയിലേക്ക് പോകുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് കേരള പോലീസും സന്നദ്ധമായിരുന്നു. കേരള പോലീസ് ആഭ്യന്തര വകുപ്പ് പറഞ്ഞത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതിന് വേണ്ടുന്ന സജ്ജീകരണങ്ങൾ ഒരുക്കാം, സമയം കൂടുതലെടുക്കും എന്നുള്ളതാണ്. അതിനനുസരിച്ച് തിരുവനന്തപുരം മുതൽ പമ്പ വരെ റോഡിന് ഇരുവശവും പോലീസിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ഒരു തീരുമാനം പുലർച്ചെ തന്നെ ഉണ്ടായി. അതിൻ്റെ മെസ്സേജുകളൊക്കെ പോവുകയും ചെയ്തു. ജില്ലാ പോലീസ് മേധാവിമാർക്ക് അറിയിപ്പുകൾ വന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിപ്ലോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോലീസുകാരൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. കോട്ടയത്തു നിന്നും പത്തനംതിട്ടയിലും ഒക്കെ ക്യാമ്പിൽ നിന്നൊക്കെ പോലീസുകാരെയൊക്കെ നിയോഗിക്കാനുള്ള തീരുമാനവും എത്തി. 6 മണിയോടെയാണ് വീണ്ടും ആ പദ്ധതി മാറി പുതിയ എറ്റ്നറിയിലേക്ക് വന്നത്. അത് ഈ പത്തനംതിട്ടയിലേക്ക് ഹെലികോപ്റ്റർ മാർഗം തന്നെ പോകാം എന്നുള്ള നിശ്ചയത്തിലേക്ക് വന്നത്. അങ്ങനെയാണ് വീണ്ടും പ്രമാടത്തെ ഹെലിപ്പാഡിലേക്ക് ഹെലികോപ്റ്ററിൽ പോകാനുള്ള ഒരു തീരുമാനമെടുത്തത്. അപ്പോഴും ലാൻഡ് ചെയ്യാൻ DGP പറയുന്നത് ലാൻഡ് ചെയ്യാൻ നിശ്ചയിച്ചിടത്തല്ല ലാൻഡ് ചെയ്തിരിക്കുന്നത്, അവിടുന്ന് 5 അടി മാറിയിട്ടാണ് ലാൻഡ് ചെയ്തതെന്നുള്ളതാണ്. അതാണ് ഈ ഹെലികോപ്റ്ററിൻ്റെ ചക്രം താഴാനുള്ളൊരു സ്ഥിതി ഉണ്ടാക്കിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആരുടെ പിഴവാണ് എന്നുള്ളത്, ഇനി പൈലറ്റുമാരുടെ പിഴവാണോ, അതല്ല സംസ്ഥാന പോലീസിൻ്റെ പിഴവാണോ, അതല്ല PWയുടെ പിഴവാണോ എന്നൊക്കെയുള്ളത് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. ഏതായാലും രാഷ്ട്രപതിയുടെ ശബരിമല തീർത്ഥാടനം സുഗമമായി തന്നെ പുരോഗമിക്കുന്നുണ്ട്. രാഷ്ട്രപതി ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ടേക്ക് ഓഫ് ചെയ്യും തിരുവനന്തപുരത്തേക്ക്. അതിലും മാറ്റമൊന്നുമില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക തകരാർ ഹെലികോപ്റ്ററിനോ ഹെലിപ്പാഡിനോ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. രതീഷ്, ഇപ്പോൾ ഈ പ്രമാണം അത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി ഉൾപ്പെടെ സന്ദർശനം നടത്തുമ്പോൾ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത സ്ഥലമല്ലേ? സാധാരണ പതിവായി ഇത്തരം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്ന സ്ഥലമല്ലേ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രി വന്നപ്പോൾ ലാൻഡ് ചെയ്ത സ്ഥലമാണ്. മാത്രമല്ല ലാൻഡ് ചെയ്യാൻ അവർക്ക് ഇങ്ങനെ ഈ കോൺക്രീറ്റ് ഇടണം എന്നൊന്നും നിർബന്ധമില്ല. സാധാരണഗതി നമുക്കൊരു യുക്തി വെച്ച് നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, കോൺക്രീറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ സിമെൻറ്റും മെറ്റലും മണലും ഒക്കെ കുഴച്ച് കൊണ്ടിടുന്നതാണ്. അത് ഈ മഴക്കാലത്ത് അത്രയും പെട്ടെന്ന് സെറ്റാവുകയൊന്നുമില്ല. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ ഈ ഹെലികോപ്റ്ററുകൾക്ക് സോളിഡായിട്ടുള്ളൊരു സ്ഥലം, അധികം പൊടിയൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ മരക്കൊമ്പുകളൊന്നും ഇല്ലാത്ത കുറച്ച് തുറസായ സ്ഥലത്ത്, നല്ല കട്ടി മണ്ണുള്ള സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതിന് വേറെ സുരക്ഷാ പ്രശ്നമൊന്നുമില്ല എന്നതായിരുന്നു. അതിന് പറ്റിയ സ്ഥലം തന്നെയായിരുന്നു. അവിടെ എന്തിനാണ് കോൺക്രീറ്റ് ഇടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. രതീഷ്, ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ഗൗരവമുള്ള സംഭവമാണ്. അക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ, അന്വേഷണത്തിനൊക്കെ ഉള്ള സാധ്യത നിൽക്കുന്നുണ്ട്. അതേസമയം ഒരു സുരക്ഷാ വീഴ്ചയെ കാണേണ്ടതില്ല എന്നാണ് സംസ്ഥാന പോലീസിന്റെ പോലീസ് മേധാവിയുടെ ഉൾപ്പെടെ നിലപാട്.